നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരുടെ യാത്ര ചെയ്യാന്ന് പറയുമ്പം അതൊരു പ്രത്യേക സുഖം തന്നെയല്ലേ. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി രാത്രി പുറപ്പെട്ടു. വെറുതെ ലക്ഷ്യമൊന്നുമില്ല, വെറുതെ ഒരു രാത്രി കുറച്ച് സമയം യാത്ര ചെയ്യാമെന്ന് വെച്ചു, ഡ്രൈവ് ചെയ്യാമെന്ന് വെച്ച്. അതിനുള്ള പ്രധാന കാരണം എൻ്റെ ഭർത്താവാണ്. ഈച്ചുൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമായി ഈ സംഭവം. രാത്രിയാകുമ്പോൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എവിടെയെങ്കിലും പോയിക്കോ. ഞാൻ പറഞ്ഞു, രാത്രിയല്ലേ, മഞ്ഞല്ലേ, അത് കുഴപ്പമില്ല, നീ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് വാ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഇഫാ ചിക്കൻ തിന്നാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആടെ വിളിച്ച് നോക്കുമ്പോഴോ അത് ക്ലോസ്ഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എവിടെയില്ല തിന്നാൻ, ഭക്ഷണമൊന്നുമില്ല, ഞാൻ പോകുന്നില്ല. എന്നിട്ടും വിട്ടിട്ടില്ല. ഭക്ഷണം കഴിച്ചില്ലേ കുഴപ്പമില്ല, നീ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വാ, നാളെ എനിക്കായിട്ടില്ലെങ്കിലോ ഇവിടെ വരുമ്പം പോകാൻ പറ്റിയില്ലെങ്കിലോ. അങ്ങനെ 3 പ്രാവശ്യം ഫോൺ വിളിച്ച് സംസാരിച്ച് അവസാനം ഞാൻ വെച്ചെന്നാൽ പിന്നെ പോകാം. അങ്ങനെ ഞാനും എൻ്റെ അവളെപ്പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല കേട്ടോ, എൻ്റെ സിസ്റ്ററും കൂടിയിട്ട് വെറുതെ അങ്ങ് പുറപ്പെട്ടു. അങ്ങനെ ചിന്തിച്ച് അവസാനം എത്തിച്ചേർന്നത് മുഴപ്പിലങ്ങാട് വാക്ക് വേയിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എല്ലാവരും മുഴപ്പിലങ്ങാട് ബീച്ചിനെ പറ്റി. നമ്മളെ കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ചാണ് അത്. അതിലൂടെ ആ ബീച്ചിൻ്റെ സൈഡിലൂടെ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റും. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ മീൻസ് പകൽ സമയത്ത്, വൈകുന്നേരമെല്ലാം പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കാണേണ്ട കാഴ്ചയായിരിക്കും. വണ്ടിയെടുത്ത് തിരിയലും മറിയലും റൗണ്ട് അടിക്കലും തിരമാലകളിലോട്ട് പോകലും ഒന്നും പറയണ്ട. അതൊരു രസം കാണാൻ. വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്കറിയില്ല ഉപ്പുവെള്ളത്തിൽ, പക്ഷേങ്കിൽ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് നല്ല സുഖമുണ്ടാവും. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ഡ്രൈവിംഗ് ബീച്ച്. സോറി കേട്ടോ, തെറ്റ് പറ്റിപ്പോയി. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് ആ വാക്ക് വേ. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ നമുക്ക് ബീച്ച് കാണാം. അത് എത്ര മീറ്റർ ഉണ്ട്, കിലോമീറ്ററാണോ മീറ്ററാണോ എന്ന് എനിക്കറിയില്ല, അത്രയും ദൂരമുണ്ട് ഈ വാക്ക് വേ. ഞങ്ങൾ പകുതി വരെ നടന്നു, എൻട്രൻസ് വഴി കയറി പകുതി വരെ നടന്ന്, പിന്നെ നമ്മൾ മുട്ടുവേദനയായിപ്പോയി. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരാൾ വണ്ടി കറക്കുന്നുണ്ടോ. പകലെല്ലാം ഇതിൻ്റെ അപ്പുറത്തായിരിക്കും അടുത്ത കാഴ്ച. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം കണ്ട മരങ്ങളും ചെടിയും എല്ലാം ഭയങ്കരമായിട്ട്, ഞാൻ എത്രയോ കാലത്തിന് ശേഷം അങ്ങോട്ടേക്ക് പോയത്, ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. വല്ലാണ്ടങ്ങ് മാറിപ്പോയി. രാത്രിയാണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ടേനു, കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നു, കുറേ ആൾക്കാർ നടക്കുന്നു, നല്ല രസമുണ്ടേനു കാണാൻ. പക്ഷേങ്കിൽ നമുക്ക് രണ്ടാക്കും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് പകുതി വരെ നടന്നിട്ട് നമ്മളിങ്ങ് തിരിച്ച് വരുമ്പോൾ പറഞ്ഞ് നമുക്ക് എന്നാലും എക്സിറ്റ് വഴി അടുത്ത കയറാം, എന്നിട്ട് പകുതി